പെങ്ങളെ നിനക്ക് കഴിയണം കേട്ടോ. എന്നാലും പരമാവധി ഈ സഹോദരങ്ങള് സത്യത്തിൽ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും. ഈ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഈ ആണുങ്ങൾ ഓടുന്നത് എന്തിനാ ഓടുന്നത്? ഭാര്യയ്ക്കൊരു സന്തോഷം കൊടുക്കാനാണ്. ഇതെന്ത് വയറാണെന്ന് പറഞ്ഞ് എന്നിട്ട് കുത്തല. അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ സിസ് ബേക്കോ വൈവേക്കോ എന്തെങ്കിലും ഒരു വേക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടും. പട്ടി കടിച്ചാലും ഓടും, ബൈക്കിൽ നിന്ന് പറഞ്ഞാലും ഓടും. എന്തായാലും ഒരു ശ്രമം നടത്തും. ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റും. ഭാര്യയും കുറെ ശ്രമിക്കും. പക്ഷെ നമ്മളിത് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ആ സ്നേഹമൊക്കെ ഒന്ന് തുറന്ന് അൽഹംദുലില്ലാ നമ്മൾ ഈ പ്രായമാകുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു തോന്നലുണ്ടാവും, ഇനിയിപ്പോ എന്റെ ഭർത്താവിന് എന്നെ പറ്റൂല. ആ തോന്നൽ നിങ്ങൾ ആദ്യം മാറ്റണം. നിങ്ങളെ ഭർത്താവിന് അങ്ങനെ തോന്നലൊന്നുമില്ല, അത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു തോന്നല. ഭർത്താവിന്റെ തോന്നലും മാറ്റണം. ഇനിയിപ്പോ എന്നെ കൊണ്ടുള്ള ആവശ്യമൊന്നും അവക്കില്ല. അതാണ് എല്ലാ ആണുങ്ങളും പറയാം, അവൾ എന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, അവൾക്ക് ആവശ്യമുള്ള വീടായി, മക്കളായി, ഇനിയിപ്പോ നമ്മൾ ഒറ്റപ്പെട്ടു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ തന്നെ നമ്മൾ അകലും. അത് മാറ്റണം. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരരികത്ത് വിളിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയോ? ഈ സമയത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമ്രുക്കുന്നാ, നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്, നിങ്ങളെ ഓർക്കുമ്പോഴാണ് എന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം വരുന്നതെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. ഇപ്പോഴും ഈ ചിരട്ട കത്തിച്ച് ഉമ്മ ഇങ്ങനെ കത്തിക്കുക, മക്കളടുത്തിരുന്ന് ഊതി കൊടുക്കുക. അത്ര പിശുക്കെന്ന് പറഞ്ഞാൽ ആന പിശുക്കുമായിട്ടൊരു വാപ്പ, അയാൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഒരു അയൺ ബോക്സ് വാങ്ങിച്ചു കൊടുക്കാൻ, വീട്ടിൽ അത്യാവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, ഈ ഓഫറെങ്കിലും വരുമ്പോ നമ്മളൊന്ന് വാങ്ങിച്ചു കൊടുക്കണം. 3 എണ്ണം 4 രൂപയ്ക്ക് കിട്ടി, അതെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. കൊടുത്തിട്ട് പിന്നെ ഈ വീട് അടിച്ചു വാരാന്, വൃത്തിയാക്കാന്, ബാത്റൂം ക്ലീൻ ചെയ്യാന്, കഴുകാന്, കിച്ചണിലേക്ക് കയറി നോക്കിയാൽ കാണാൻ കുറെ തുരുമ്പിച്ച സ്പൂണും പാത്രവും. ഇതൊക്കെ ഒന്ന് മാറ്റണം. അതിന് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം. ഭർത്താവ് അത് ചെയ്തു കൊടുക്കണം. അത് അവരുടെ കടമയാണ്, അവരുടെ ബാധ്യതയാണ്. വീട്ടിൽ വിശാലത ചെയ്യാന്ന് പറഞ്ഞ വലിയ വീട് വെച്ചിട്ട് അങ്ങ് പോവാന്നല്ല. ഈ പ്രിയപ്പെട്ട ഭാര്യക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെയും ഭർത്താവ് വാങ്ങിക്കൊടുക്കുക. എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തവരെ സന്തോഷിപ്പിക്കണം. പിന്നെ വസ്ത്രം, ആവശ്യത്തിനുള്ള വസ്ത്രം. ഇന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഫ്രിഡ്ജ് തുറന്നാൽ 4 റമദാൻ മാസം കഴിക്കാനുള്ള ഫുഡ് അതിനകത്തുണ്ടാവും. അലമാര തുറന്നാൽ 4 തലമുറയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രവും അതിനകത്തുണ്ടാവും. ഒരു സംശയമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ സ്നേഹസാഗരത്തിൽ ഇപ്പൊ ഇന്ന് നോക്കുമ്പോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഒരു സഹോദരന് പാന്റ് കണക്കാകാതെ കയറ് കെട്ടിയിരിക്കുകയാണ്. എനിക്ക് കണ്ടപ്പോ സങ്കടം തോന്നി. ഞാൻ നടത്തുന്ന ഒരു സംവിധാനമല്ലേ, അപ്പോഴാണ് മനസ്സിലായത് അവിടെ ബെൽറ്റ് ഇല്ല എന്നുള്ള കാര്യം. സംഭവം സ്നേഹസാഗരം എന്ന് പറയുന്നത് ഈ വഴിയോരത്ത് കിടന്നവരെയും ആരും ഇല്ലാത്തവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നല്ലേ. അവർക്കൊരു ബെൽറ്റിന്റെ ആവശ്യം ചിന്തിച്ചില്ല. പക്ഷെ ഇന്ന് തീരെ അരവണ്ണമില്ലാത്ത ഒരു ചെറിയൊരു മാനസിക പ്രശ്നമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് അവിടെ. അവൻ എപ്പോഴും വണ്ടി കണ്ടാലും കയറണം, അതാണ് അവന്റെ ഹോബി. അപ്പൊ അവനിന്ന് എന്റെ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ അവൻ ഓടി വന്നു. അപ്പൊ അവന്റെ പാന്റ് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഷർട്ട് പിടിച്ച് പൊക്കി നോക്കുമ്പോൾ കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു മാനേജരോട്, എന്താ രാജുവേട്ട ഇങ്ങനെ? അപ്പൊ പറഞ്ഞു, ഇവിടെ ബെൽറ്റ് ഇല്ല ഉസ്താദ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, കാരണം യവന് കണക്കാകുന്ന പാന്റ് ഇല്ല, ഏത് പാന്റ് ഇട്ടാലും ലൂസാണ്. അപ്പൊ ഞാനിപ്പോ ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരു ബെൽറ്റ് വാങ്ങി, തൽക്കാലം അവന് വേണ്ടിയിട്ട് മാത്രം. എന്നാൽ ഒരു 10 രൂപ ഒരുമിച്ച് വാങ്ങി വെക്കാന്ന് വിചാരിക്കുകയാണ്. ബെൽറ്റ് ഒന്നും ഇട്ട് ടിപ് ടോപ്പിൽ നിൽക്കാനുള്ളവരല്ല, അവരെങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണല്ലോ. പക്ഷെ എന്നാലും ഈ അവന് അരവണ്ണം എന്ന് പറയുന്നത് അത്ര വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. അതിങ്ങനെ വയറിങ്ങനെ ഒട്ടി അകത്തോട്ട് കയറിയിരിക്കുന്ന ഒരു മോനാണ്. അപ്പൊ അവന് അങ്ങനെ ഒരു പ്രയാസം എനിക്ക് തോന്നി. അപ്പൊ ഇത് നമ്മൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തു കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വസ്ത്രം, ഭക്ഷണം ആവശ്യത്തിന് ഉണ്ടാവണം. ഞാൻ സന്ദർഭോചിതമായി പറയട്ടെ, സ്നേഹസാഗരത്തിലെ ഉമ്മമാർ, സഹോദരിമാർ, അവരുടെ അസുഖങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർക്ക് പോഷകാഹാരം ലഭിക്കാത്തതാണ്. നമ്മുടെ ഉമ്മാക്ക് ഇന്ന് വരെ നമ്മൾ ഏറ്റവും നല്ല മുന്തിയിനം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഉമ്മാക്ക് ആരാണ് വാങ്ങിച്ചു കൊടുക്കാനുള്ളത്? നമ്മുടെ ഉമ്മാക്ക് നമ്മളല്ല. എൻ്റെ ഉമ്മാക്ക് ഞാനല്ലാതെ ആരാ ഉള്ളത്? എൻ്റെ സഹോദരങ്ങൾ ഉണ്ടാവും, അത് വേറെ പ്രശ്നം. പക്ഷെ ഞാൻ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലേ? എൻ്റെ ഉമ്മ നല്ല ആഹാരം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, നല്ല പച്ചക്കറി കഴിക്കുക, അത് കഴിപ്പിക്കേണ്ട ബാധ്യത എനിക്കുള്ളതാണ്.
അതില്ലാത്തതിന്റെ പ്രശ്നം മുഴുവനും അവരുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ സ്നേഹസാരത്തിലെ ഓരോ ഉമ്മമാരുടെ അവസ്ഥ, ഒറ്റപ്പെട്ട് കിടന്ന് നല്ല ആഹാരം കഴിക്കാത്തതിൻ്റെത്, 4, 5, 6 മക്കളെ പ്രസവിച്ചിട്ട് ആഹാരം കിട്ടാത്തതിന്റെ വിഷമം. പഴയ കാലത്തൊക്കെ പ്രസവം കഴിഞ്ഞാൽ സ്ത്രീക്ക് കൊടുക്കുന്ന മരുന്ന് ഭക്ഷണങ്ങൾ, ലേഹ്യം, കഷായം ഒക്കെ നമുക്കറിയാം. ഇതൊന്നും കിട്ടാത്തവരാണ് ഈ ഉമ്മമാർ. അങ്ങനെ പ്രസവിച്ചു, പിന്നെ ജോലി ചെയ്തു, ഭർത്താവ് ചവിട്ടി അടിച്ചു, മക്കൾ ഉപദ്രവിച്ചു, മാനസിക ശാരീരിക പീഡനങ്ങളൊക്കെ ഏറ്റ എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉമ്മയെ അങ്ങനെ നമ്മളാക്കരുത്, നമ്മുടെ ഭാര്യയെ നമ്മൾ അങ്ങനെ ആക്കരുത്. നമ്മളവർ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. അവർ നമ്മളോട് എന്തോ കാണിച്ചോട്ടെ, നമ്മളത് വലിയ കാര്യമായി തലയിലെടുത്ത് വെക്കരുത്. അവർ ചിലപ്പോൾ ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു ചിന്ത, സഹോദരിമാരൊക്കെ അങ്ങനെയാണ്, പണ്ടത്തെ ചിന്ത ഇങ്ങനെ 90-ലും 92-ലും ചിന്തയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കും. അതുകൊണ്ട് ചിലപ്പോൾ അവർ നിങ്ങളോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ നിങ്ങളോട് പിണങ്ങിയിരിക്കും 2 ദിവസം. അത് നിങ്ങൾ കാര്യമാക്കാതെ അവർക്ക് വേണ്ട ആഹാരം, വസ്ത്രമൊക്കെ നിങ്ങൾ കൊടുക്കുക. സാധുക്കളാണ്, പാവങ്ങളാണ്, അവർക്ക് അസുഖം വന്നുപോയാൽ നമ്മുടെ കുടുംബത്തിന്റെ വിളക്കണഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ. പിന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വാപ്പ, നിങ്ങൾ ഉമ്മ ഉള്ളപ്പോഴാണ് വാപ്പ അവർക്ക് സന്തോഷം, ഉമ്മ ഇല്ലെങ്കിൽ വാപ്പാക്ക് സന്തോഷം കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ പെമ്മക്കൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കണം, നല്ല പരിഗണന കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നല്ല സ്നേഹം കൊടുക്കണം. വലിയ നിന്റെ വീട്ടിൽ നീ വിശാലത ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ ഇതും കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറക്കല്ലേ, വീട് വലുതാക്കുക എന്നതിനപ്പുറം അല്ലാഹുവേ നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ നന്നാക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക എന്നതുകൂടിയാണ്. ഭാര്യയോടൊത്തൊരു യാത്ര, ഉമ്മയോടൊത്തൊരു യാത്ര, മക്കളോടൊത്തൊരു യാത്ര. എത്രയോ പണം എന്തിനൊക്കെ നിങ്ങൾ നശിപ്പിച്ചു കളയുന്നു പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടും കുറച്ച് പണം ഇരിക്കട്ടെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടും കുറച്ച് സമ്പാദ്യം ചെലവഴിക്കട്ടെ, കുടുംബത്തിന് വേണ്ടിയും കുറച്ച് പണം ചെലവഴിക്കട്ടെ. അടുത്തത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയമാണ്. ആ വിഷയമെന്നത് അല്ലാഹുവിന്റെ പൊരുത്തവും സ്വർഗവും നേടാനുള്ള മാർഗങ്ങളാണ്. ആ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ആ മാർഗത്തിൽ സുന്നത്ത് വേണമെന്ന് പറഞ്ഞു, സലാത്ത് വേണമെന്ന് പറഞ്ഞു. ആ മാർഗത്തിൽ നിങ്ങൾ നാവ് ശ്രദ്ധിക്കണേ. മറ്റുള്ളവരെ അപഹാസ്യപ്പെടുത്തിയിട്ടൊരു സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ആ മാർഗത്തിൽ നിങ്ങളുടെ വീട് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭാര്യയെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കുടുംബം ശ്രദ്ധിക്കണേ. അടുക്കളയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആവശ്യത്തിന് നിങ്ങൾ വാങ്ങിക്കൊടുക്കണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളെ ഓർത്ത് തലയിൽ കൈവച്ചുകൊണ്ട് സങ്കടപ്പെടല്ലേ. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും പോഷകാഹാരവും സന്തോഷവും നിങ്ങൾ കൊടുക്കണേ. അത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമത്തത് മുത്തായ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊരുത്തവും നേടി സ്വർഗത്തിലെത്താൻ നിങ്ങൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട് നിങ്ങൾ കരയണേ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ നിങ്ങളുടെ പാപക്കറകളെ ഓർത്തിട്ട് നിങ്ങളൊന്ന് കരയണേ. നിങ്ങളുടെ തിന്മകളെ ഓർത്തിട്ട് നിങ്ങളെ കണ്ണൊന്ന് നിറയണേ. ഇതുവരെ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ജീവിതത്തിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ചെയ്തു എന്റെ പ്രിയപ്പെട്ടവരെ. ഇതുവരെ നിങ്ങൾക്കത് തെറ്റായി പോയി. അല്ലാ വേണ്ടായിരുന്നു, അല്ലാ എല്ലാ നിഅമത്തും തന്ന നിന്നോട് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു റബ്ബേ എന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയണം. മക്കത്ത് പോകുമ്പോ, മദീനത്ത് പോകുമ്പോ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒക്കെ നമുക്ക് ചിന്ത വേണം. പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാദം വിറ കൊണ്ട് പതറുന്നു താനേ, പാപിയാണേ ഞാൻ കരളിൻ്റെ കരളേ, പാപിയാണേ ഞാൻ കരളിൻ്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ തേനേ. മുത്തുനബിയോട് അല്ലാഹുവിന്റെ റസൂലേ
പാപക്കറകളും ചുമന്നുകൊണ്ട് വന്നവനെ മടക്കി വിടല്ല നബിയേ. നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന് ശേഷം അല്ലാഹുവോട് പറയണം, ഭൂമിയിൽ സുജൂദ് ചെയ്തവരിൽ ഏറ്റവും വൃത്തികെട്ടവൻ ഞാനായി പോകും അല്ലാഹ്. അത്ര പാപക്കറകളാണ് ഖൽബിലുള്ളത്, നീ പുറത്തില്ലെങ്കിൽ ഞാൻ തോറ്റുപോകുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ നിനക്ക് കഴിയട്ടെ. അബൂജഹലിന്റെ മകനുണ്ട് ഇക്രിമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവനാണ്, അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിച്ചവരാണ്, പടച്ചവന്റെ ദീനിനെതിരെ യാത്ര ചെയ്തവരാണ്. ആ ഇക്രിമ അവസാനം മുസ്ലിമാവുകയാണ്. അബൂജഹലിന്റെ മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് മുസ്ലിമാവുകയാണ്. പിന്നീട് ഇക്രിമയുടെ ജീവിതം എന്താണെന്നറിയോ? പള്ളിയിലല്ലാതെ ഉറങ്ങിയിട്ടില്ല മോമിനെ, അല്ലാഹുവിന്റെ പള്ളിയിലല്ലാതെ കിടന്നുറങ്ങിയിട്ടില്ല മോമിനെ. ആ പള്ളിയിൽ എന്താണ് ജോലി എന്നറിയോ? കരച്ചിലാണ്, നേരം പുലരുവോളം കരച്ചിലാണ്. അല്ലാഹുവിന്റെ ദീനിനെതിരെ ഞാൻ പറഞ്ഞു പോയത്, ചെയ്തു പോയത്, സമ്പത്ത് ചെലവഴിച്ചു പോയത്, അതിനെല്ലാം എനിക്ക് മാപ്പ് തരണമല്ലാ. പുറത്തു കൊടുത്തു എന്ന സന്തോഷ വാർത്ത കിട്ടിയിട്ട് പോലും തിരക്കാനാകാത്ത അല്ലാഹുവിന്റെ ഓർത്തുള്ള കണ്ണീരായിരുന്നു ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ വിജയമെങ്കിൽ ശാസ്താംകോട്ടയിൽ വന്നവര്, പോരുവഴിയിൽ വന്നവര് ഒന്ന് ദുആ ചെയ്ത് കരയാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എത്ര പാപങ്ങളാ ചെയ്തു പോയത്, എത്ര നമസ്കാരമാ നഷ്ടപ്പെടുത്തിയത്, എത്ര ഹറാമുകളാ കണ്ടുപോയത്. റഹ്മാനായ പടച്ചോനെ, ആരോഗ്യം തന്ന അല്ലാഹ്, ആഫിയത്ത് തന്ന അല്ലാഹ്, എല്ലാ സന്തോഷവും തന്ന അല്ലാഹ്, പടച്ചവനെ ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ റബ്ബേ എന്നോർത്തുകൊണ്ട് കരയാൻ കഴിയണം. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്ന മനോഹരമായ ഒരു സംഭവമുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്തു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ വബക്കി അലാ ഖതിയതിക എന്ന തെറ്റിനെ ഓർത്ത് കരയണമെന്ന് പറഞ്ഞ ഭാഗത്തിനോട് ഈ ചരിത്രത്തെ നിങ്ങൾ ചേർത്ത് വെക്കണേ. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാത്രക്കിടയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്, തൊപ്പി വെച്ച ദാടി വെച്ച ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യന്റെ അടുത്തേക്ക് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രയോ വലിയ അക്രമിയായിരുന്നല്ലോ, നിങ്ങളൊരു കൊള്ളക്കാരനായിരുന്നല്ലോ, വഴിയെ പോകുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുന്നവനായിരുന്നല്ലോ, ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇന്നെങ്ങനെയാണ് ഒരു തൊപ്പി വെച്ച് ദാടി വെച്ചൊരു മോമിനായി അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളായി നിങ്ങൾ മാറിയത് എങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിൽ കള്ളിന്റെ ചഷകങ്ങളില്ലാത്ത ദിവസമില്ലായിരുന്നല്ലോ. മുഴുക്കുടിയനായിട്ടാണ് ലോകം നിങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ നന്നായെന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറയുന്നു, തങ്ങളെ ഞാനൊരു മുഴുക്കുടിയനായിരുന്നു തങ്ങളെ, ഹറാമിയത്തുകൾ ചെയ്യുന്ന ഹൃദയമായിരുന്നു തങ്ങളെ. പക്ഷേ ഒരു ദിവസം ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ വഴിയിൽ ഒരു പാവപ്പെട്ട യതീമായ കുട്ടി ഒരു സമ്പന്നന്റെ മുമ്പ് പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്നുണ്ട്. വാപ്പയില്ലെന്ന് ആ കുഞ്ഞുറക്കെ പറയുന്നുണ്ട്. വിശക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് കൈനീട്ടുന്നുണ്ട്. ആ കുഞ്ഞുമോളുടെ പൊന്നിളം കൈയില്ലേ, കുഞ്ഞിളം കൈയില്ലേ, ആ കൈ ആ രാക്ഷസനായ സമ്പന്നൻ ചവിട്ടിയിട്ട് ദൂരേക്കെറിയുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു തങ്ങളേ. ആ സമയത്തും എന്റെ ശിരസിൽ കള്ളുണ്ടായിരുന്നു, ആ സമയത്തും ഞാനൊരു തെമ്മാടി തന്നെയായിരുന്നു, ആ സമയത്തും ഞാനൊരു പോക്കിരി തന്നെയായിരുന്നു. പക്ഷേ തങ്ങളെ എന്റെ മനസ്സിൽ ആ കുഞ്ഞിനോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. എന്റെ 2 പോക്കറ്റിലുമുള്ള പണം മുഴുവനും ഞാൻ പുറപ്പെടുത്തു തങ്ങളെ. ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നിനക്ക് ആവശ്യമുള്ളത്, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ വാങ്ങിക്കഴിക്കണേ മോളെ. ആരുടെ മുന്നിലും മോളും നിന് കൈനീട്ടല്ലേ പൊന്നുമോളെ എന്ന് പറഞ്ഞ് കണ്ണീര് തുടച്ചിട്ട് ആ മോക്കൊരു മുത്തം കൊടുപ്പ്, കൈ നിറച്ച് പണവും കൊടുപ്പ് ഞാൻ പറഞ്ഞു വിട്ടു തങ്ങളെ. ആ പ്രിയപ്പെട്ട പൊന്നുമോളെന്റെ അടുത്തുനിന്ന് പോയി. ഞാൻ കള്ളുകുടിയനായി തന്നെ എന്റെ കുടിലേക്ക് ചെന്നിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോ അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു തങ്ങളെ. ആ സ്വപ്നം എന്റെ മരണമായിരുന്നു. സ്വന്തം മരണം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നൗഷാദ് വാക്കവിസന്റെ സ്വന്തം മരണം സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ മയ്യത്തിന്റെ
വീടിന്റെ സിറ്റ് ഔട്ട് എന്റെ ഉമ്മറത്ത് കൊണ്ട് വെക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ മക്കളും എന്റെ നാട്ടുകാരും എന്റെ മയ്യത്തിന്റെ അരികിൽ നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം ആ സ്വപ്നം കൊണ്ടുണ്ടാവും. നിങ്ങളുടെ നിസ്കാരത്തിന് മധുരമുണ്ടാവും, നിങ്ങളുടെ ഈമാനിന് ശക്തി ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അല്ലാഹു തന്ന ജീവിതമെന്ന മഹാസൗഭാഗ്യത്തിന്റെ സമയങ്ങളുടെ മൂല്യവും വിലയും നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തങ്ങളെ ഞാനിന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ സ്വപ്നം കണ്ടത് എന്റെ മരണം തന്നെയാണ്. അസ്രായീൽ വന്നെന്റെ റൂഹ് പിടിക്കുന്നുണ്ട്, ഞാൻ മരിക്കുകയാണ്. ഞാൻ മരണപ്പെട്ട എന്റെ മയ്യത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കുളിപ്പിച്ച് കിടത്തുകയാണ്. എന്റെ മയ്യത്ത് കാണാ ആളുകളെല്ലാം എന്റെ മയ്യത്ത് കാണാൻ വരികയാണ്. ചിലര് കരയുന്നുണ്ട്, ചിലര് ചിരിക്കുന്നുണ്ട്, ചിലര് പറയുന്നുണ്ട് കള്ളുകുടിയനല്ലേ ചത്തുപോകട്ടെ, പെണ്ണുപിടിയനല്ലേ നശിച്ചു പോകട്ടെ. എന്നാലും എന്റെ മയ്യത്ത് പൊതിഞ്ഞ് ഖബർസ്ഥാനിൽ കൊണ്ടുവച്ചു തങ്ങളെ. ഞാൻ എന്റെ സ്വപ്നത്തിലൂടെ എന്റെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നത് കണ്ടു തങ്ങളെ. എന്റെ മയ്യത്ത് ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ഞാൻ വല്ലാതെ പേടിച്ചു പോയ നിമിഷമായിരുന്ന തങ്ങളെ, എന്റെ കൈകാലുകൾ വിറച്ചുപോയി തങ്ങളെ. ആ ഖബറിന്റെ അകത്തേക്ക് എന്നെ ഇറക്കി വെച്ചിട്ട് പലക വെച്ചിട്ട് മുകളിൽ മൂടി തങ്ങളെ. ഖബറിന്റെ മുകളിൽ മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും അകന്നു പോകുമ്പോ ആ ഖബറിന്റെ അകത്തൊരു ഭയാനകരമായ ഇരുട്ട്. സാധാരണ ഇരുട്ട് പോലെയല്ല, സാധാരണ ഇരുട്ട് പോലെയല്ല. എന്റെ പോരുവഴിയിലുള്ളവർ ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിലൊന്ന് കറണ്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല, ലൈറ്റൊന്ന് ഓഫായി ഇരുട്ടത്തായി പോയാൽ താങ്ങാൻ പറ്റൂല, ഇരുട്ട് മുറിയിൽ ഒറ്റക്കായി പോയാൽ സഹിക്കാൻ പറ്റൂല. ആര് വരും പെങ്ങളെ നിന്റെ ഖബറില്? ആര് വരും ചെറുപ്പക്കാരാ നിന്റെ ഖബറില്? ആരും പൊഞ്ഞു കിടക്കേണ്ടതല്ലേ, ആരും ചെന്ന് കിടക്കേണ്ടതല്ലേ? കിടക്കൂല എന്ന് പറയാൻ പറ്റൂ? വാശി പിടിക്കാൻ പറ്റൂ? 3 കഷണം തുണിയിൽ പൊതിഞ്ഞു നമ്മുടെ ശരീരം ആ ഖബർസ്ഥാനിലേക്ക്, ഖബറിന്റെ അകത്തളത്തിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം മണ്ണിട്ടകന്നു പോകുമ്പോ, കുടുംബക്കാരും ബന്ധുക്കളും അകന്നു പോകുമ്പോ ഒറ്റക്കാ ഖബറിന്റെ അകത്ത് ഞാൻ കിടന്നു തങ്ങളെ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ആ സഹോദരൻ പറയുകയാണ്, ഞാൻ ഒറ്റക്കാ ഖബറിന്റെ അകത്ത് കിടന്നു തങ്ങളെ. ആ ഖബറിന്റെ ഭയാനകരമായ എല്ലാ അവസ്ഥകളും ഞാൻ അനുഭവിച്ചു തങ്ങളെ, എല്ലാ ബേജാറുകളും ഞാൻ അനുഭവിച്ചു തങ്ങളെ. അപ്പോഴാണ് ഭീകരമായ കൊമ്പുകളുള്ള, ഭീകരമായ ഇടിമുഴക്കം പോലെ ശബ്ദങ്ങളുള്ള 2 മലക്കുകളുടെ അടുത്തേക്ക് വന്നത് തങ്ങളെ. ഞാൻ പേടിച്ച് വിറച്ചു പോയി തങ്ങളെ. അവരെന്റെ അടുത്തേക്ക് വന്നിട്ട് അവര് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഞാൻ നാവ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് അലറുമ്പോൾ അവരെ കയ്യിലിരിക്കുന്ന ഇരുമ്പിന്റെ വലിയ കൊടൂരമായ ചുറ്റിക കൊണ്ട് എന്നെ തല്ലാൻ പോകുമ്പോ ഒരു കുഞ്ഞ് വന്നിട്ട് ആ മലക്കുകളുടെ കാല് പിടിച്ച് വലിക്കുന്നുണ്ട് തങ്ങളെ. ആ കുഞ്ഞു പറയുന്നുണ്ട്, മലക്കുകളെ നിങ്ങൾ ആ മനുഷ്യനെ അടിക്കല്ലേ, നിങ്ങൾ ആ മനുഷ്യനെ ഉപദ്രവിക്കല്ലേ, നിങ്ങൾ ആ മനുഷ്യനെ സങ്കടപ്പെടുത്തല്ലേ. ഞാനൊരു പാവപ്പെട്ട യതീമാണ്, എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങി തന്നവനാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഖബറിനകത്ത് കിടന്ന് ശിക്ഷ അനുഭവിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല മലക്കുകളെ. എന്നാ പ്രിയപ്പെട്ട കുഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഞാൻ ഞെട്ടി ഉണർന്നു തങ്ങളെ, ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു തങ്ങളെ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, തങ്ങളെ അന്നത്തെ പ്രഭാതം മുതൽ ഞാൻ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല, അന്നത്തെ പ്രഭാതം മുതൽ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, അന്നത്തെ പ്രഭാതം മുതൽ ഞാൻ ഹറാമ് ചെയ്തിട്ടില്ല, അന്നത്തെ പ്രഭാതം മുതൽ ഞാൻ ഒരു അനാശാസം ചെയ്തിട്ടില്ല, അന്നത്തെ പ്രഭാതം മുതൽ ഞാൻ അനിസ്ലാമികമായ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കണ്ണു പരിശുദ്ധമാണ് തങ്ങളെ, എന്റെ കാതുകൾ പരിശുദ്ധമാണ് തങ്ങളെ, എന്റെ കൈകാലുകൾ പരിശുദ്ധമാണ് തങ്ങളെ. തൗബയുടെ കണ്ണുനീരല്ലാതെ പിന്നെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിയിട്ടില്ല തങ്ങളെ. സുജൂദിന്റെ തഴമ്പല്ലാതെ പിന്നെ എന്റെ നെറ്റിപ്പടത്ത് വന്നിട്ടില്ല തങ്ങളെ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് ദുആ ചെയ്തു പറഞ്ഞു വിടുമ്പോ പോരുവഴി മയ്യത്തങ്കരയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട അൽബുസ്താന്റെ സ്വർഗീയ ആരാമത്തിൽ വന്ന പ്രിയപ്പെട്ടവരെ,
24 വർഷക്കാലം കൊണ്ട് ഈ പ്രവർത്തകരെ നിങ്ങൾ അറിയുന്നവരാണ്. ആ പ്രവർത്തകരുടെ ജീവിതം നിങ്ങൾ കാണുന്നതാണ്. അവര് കസേര പറക്കിയും സ്റ്റേജ് കെട്ടിയും വിയർപ്പൊഴുക്കിയും ഒരു പൈസ പോലും അവർക്ക് ലാഭമില്ല. അവർക്ക് ഇതിന് ശമ്പളം അല്ലാഹു കൊടുക്കുന്നതാണ്. അവർക്ക് ഇതിന്റെ കൂലി അല്ലാഹു കൊടുക്കുന്നതാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ അവര് വെയിൽ കൊണ്ടാൽ എത്ര ചൂടാണ് ഉച്ച സമയത്ത്, എത്ര ഉഷ്ണമാണ് ഉച്ച സമയത്ത്. ആ വെയിൽ കൊണ്ട് ആ മക്കൾ ഇതിന് വേണ്ടി പ്രവർത്തിച്ചത് ശമ്പളം വാങ്ങിയിട്ടല്ല, നിങ്ങൾ വക്കറ്റിലിട്ട് കൊടുക്കുന്ന നാണയത്തൊട്ട് അടിച്ചു മാറ്റിയിട്ടല്ല. രാജാതിരാജനായ കാരുണ്യവാനായ അല്ലാഹു അവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്തെല്ലാം തിരക്കുകൾ അവർക്കുണ്ട്. നിങ്ങളെപ്പോലെ തന്നെയല്ലേ അവരും. അവർക്ക് മക്കളില്ലേ, അവർക്ക് കുടുംബമില്ലേ, അവർക്ക് ജോലിയില്ലേ, അവർക്ക് രോഗമില്ലേ, അവർക്ക് തിരക്കുകളില്ലേ, അവർക്ക് ഇലക്ഷനില്ലേ, അവർക്ക് കച്ചവടമില്ലേ, അവർക്ക് ഉമ്മയില്ലേ, അവർക്ക് വാപ്പയില്ലേ. എന്നാലും 24 വർഷക്കാലമായി അൽബുസ്താൻ എന്ന് പറയുന്ന മഹത്താര ശീർഷകത്തിന് താഴെ ഇവിടത്തെ കർമ്മോത്സുകരായ പ്രവർത്തകർ എല്ലാം മറന്ന്, കൈമൈ മറന്ന്, ഓടിച്ചാടി പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് കരഞ്ഞും ഒരുമിച്ച് കൂടിയും ദുആ ചെയ്തും പണം ചെലവഴിച്ചും കഷ്ടപ്പെട്ടും വിയർപ്പൊഴുക്കിയും ഈ സംഘം ഇതുവരെ പോറ്റി വളർത്തി ഇവിടെ എത്തിച്ചെങ്കിൽ അൽഹംദുലില്ലാഹ് അവര് ഖബറിന്റെ അകത്ത് ചെന്ന് കിടക്കുമ്പോ ഈ മുതഅല്ലിമീങ്ങള് അല്ലാഹുവിന്റെ മാലാഖമാരുടെ കാല് പിടിച്ചിട്ട് ഞങ്ങളെ സഹായിച്ചവരാണ്, ഭക്ഷണം തന്നവരാണ്, അതുകൊണ്ട് അവരെ ഉപദ്രവിക്കല്ലേ എന്ന് പറയുന്ന മഹാഭാഗ്യമാ സംഘാടകർക്ക് അല്ലാഹു കൊടുക്കട്ടെ. എപ്പോഴും എനിക്ക് ഹിഫ്ളുൽ ഖുർആൻ കോളേജിനോടുള്ള ഒരു വെറുപ്പ് എന്ന് പറയുന്നത് ഹിഫ്ള് പൂർത്തീകരിച്ചിട്ട് അവരെ പറഞ്ഞു വിടുക എന്നതാണ്. ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. 30 ജുസു പഠിച്ചിട്ട് പിന്നെ ആ മക്കള് പോകുന്ന ലോകം, അതും അവരുടെ ആത്മീയതയ്ക്ക് ചേർന്ന ലോകമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഇവര് ഖുർആൻ മറക്കും, പെട്ടെന്ന് മറക്കും. ഖുർആൻ ലോകത്ത് മറക്കാൻ ഏറ്റവും എളുപ്പം ഖുർആനാണ്, പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഖുർആനാണ്. പഠിക്കാൻ കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് വലിയ ഭാഗ്യം, അത്രയും പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു മഹാ സൗഭാഗ്യം. പക്ഷേ അത് മറക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് മറന്നുപോയ സങ്കടമാണ്. അതിന് ഈ ഖുർആനിന്റെ അക്കാഡമി, ഇവിടുത്തെ സംഘാടകർ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. 30 ജുസ് പഠിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു? മാഷാ അല്ലാഹ് ദർസ് തുടങ്ങി. ഇവിടുത്തെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ, ഞാനൊരു കോളേജ് നടത്തുന്നുണ്ട് കിളിമാനൂര്, എന്റെ പ്രിയപ്പെട്ട അൻവർ ബാക്കവി ഉസ്താദിന്റെ കൂടെ. സ്നേഹസാഗരം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ലോ. നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ വേണം. സത്യം പറഞ്ഞാൽ എൻ്റെ മകൻ മുസ്താഖ് അഹമ്മദ് വിട പറഞ്ഞതിന് ശേഷം എനിക്ക് സമ്പാദ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹസാഗരവും ഈ കോളേജും ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും മാത്രമാണ്. അതിനു മുമ്പൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മളും അങ്ങനെ ആകണം. നമ്മളങ്ങനെ ആകണം. നമ്മുടെ ജീവിതത്തെ അർത്ഥമുള്ളൊരു ജീവിതമാക്കണം. നമ്മൾ മരിക്കുമ്പോൾ സ്വത്തിന് വേണ്ടി കടികൂടുന്ന മക്കളെക്കാൾ കൂടുതൽ നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ അനുഭവിച്ചവർ നമ്മുടെ മയ്യത്തിന്റെ ചോട്ടിൽ വന്ന് നിൽക്കണം. അവരെ സാക്ഷിയാക്കിയിട്ട് 6 മണ്ണിലേക്ക് രാജാവിനെ പോലെ ചെന്ന് കിടക്കാൻ കഴിയണം. ജനങ്ങൾക്കത് 3 കഷണം കഫം പുടവയാണെങ്കിലും നമുക്കത് രാജോചിതമായ സ്വീകരണമായിരിക്കണം. എഴുന്നേറ്റ് പോകുന്നവർ തിരക്കുള്ളവരാണെന്നറിയാം. എന്നാലും ഒരു അരമണിക്കൂറും കൂടി നിങ്ങൾക്ക് സഹിക്കാമായിരുന്നു. എന്തായാലും ഇത്രയും സഹിച്ചില്ലേ? അപ്പൊ ഈ ഖബറിന്റെ ഉള്ളറയിൽ നമ്മുടെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ മുകളിൽ മുഴുവനും സുഹൃതങ്ങളായിരിക്കണം മണ്ണിടേണ്ടത്. എനിക്ക് ഭക്ഷണം തന്നയാൾ, എന്നെ പഠിപ്പിച്ചയാള്, എന്റെ മോളെ നിക്കാഹ് കഴിപ്പിച്ചയാള്, ഞങ്ങളുടെ നാട്ടിലെ നല്ലവൻ, പള്ളി വെച്ചയാള്, ഹൗദ് കെട്ടിത്തന്നയാള്, റമദാനിന് കിറ്റ് തന്നയാള്, അങ്ങനെ സുഹൃതങ്ങൾ മണ്ണുവാരിയിടട്ടെ. അൽബുസ്താന്റെ പ്രവർത്തകർക്ക് അഭിമാനിക്കാം. ഒരു പ്രസ്ഥാനത്തെ 24 വർഷം നിങ്ങൾ കൊണ്ടു നടന്നു. എന്നിട്ട് ആ പ്രസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത് കമ്മിറ്റി കൂടി പരിഹരിച്ചു. മാറി മാറി പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വന്ന് മാഷാ അല്ലാഹ് ഇത്രയും കാലം എത്തി നിൽക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ ഇവനൊരു വൃത്തികെട്ടവനായിരുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മണ്ണിലേക്ക്, നിങ്ങളുടെ മയ്യത്തിലേക്ക് മണ്ണ് വരിയിടില്ല. അള്ളാഹു നിങ്ങളുടെ അമലുകളെ കബൂലാക്കട്ടെ. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഇസ്സത്ത് തരട്ടെ. അതുകൊണ്ട് ഈ ഹിഫ്ള് കഴിഞ്ഞ് മക്കളെ പറഞ്ഞു വിടാതെ ദറസ് തുടങ്ങിയത് മഹാഭാഗ്യം. ഹിഫ്ള് കഴിയുമ്പോൾ നമ്മുടെ ഉമ്മമാർക്കൊരു തോന്നലുണ്ടാവും, ഹിഫ്ള് കഴിഞ്ഞല്ലോ, ഇനി സയൻസിന് മാർക്ക് കുറവ്, മാത്സിന് മാർക്ക് കുറവ്, അവിടെ സ്കൂൾ പഠനം പോരാ, ഒക്കെയാണ് ഉമ്മമാരുടെ ചിന്ത. സ്കൂൾ പഠനം പോരാന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടാക്കുന്നത് എവിടെയാ? ഈ ദറസിൽ പഠിക്കുന്നതിന്റെ പകുതി പോലും സ്കൂളിൽ പോയ മക്കൾ പഠിക്കൂല. നിങ്ങൾക്ക് തോന്നലാണത്, അനുഭവസ്ഥനായി പറയുന്നത്. ഞാൻ കോളേജ് നടത്തുന്ന ആളാണ്, എനിക്കറിയാം. 75 മക്കളുണ്ട് അവിടെ.
ഡിഗ്രിക്ക് വരെ പഠിക്കുന്ന മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്, അവിടെ ഇരുന്ന് മക്കൾ പഠിക്കുന്നതല്ലാതെ സ്കൂളിലേക്ക് പോയി പഠിക്കുന്നത് വളരെ കുറവാണ്. അവിടെ ട്യൂഷൻ കൊടുത്ത് അധ്യാപകർ വന്ന് അധ്യാപികമാർ വന്ന് അവരെ പഠിപ്പിക്കുന്ന ആ സമയത്ത് അവര് ദറസിലിരുന്ന് പഠിക്കുന്നത് പോലെ അവർ പഠിക്കില്ല. ഈ ഉസ്താദുമാർക്ക് ഇത്രയും കഴിവ്. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയ നടന്ന ചർച്ചയാണ്. ഉസ്താദുമാർക്ക് രാത്രി പ്രസംഗം, പകല് പ്രസംഗം, ക്ലാസ്, മതപഠനം, പിന്നെ ജോലി, തൊഴില്, എങ്ങനെയാണ് ഇവർ തളരാതെ പോകുന്നതെന്നൊരു സോഷ്യൽ മീഡിയ ചർച്ച വന്നു. അതിൽ വന്നപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദർസ്. നമ്മൾ എത്ര കൊല്ലം, 10 വർഷക്കാലം അല്ലെങ്കിൽ 7-8 വർഷക്കാലം രാവിലെ സുബഹി കഴിഞ്ഞ് തുടങ്ങിയാൽ രാത്രി 10 മണി വരെ കിതാബിന്റെ മുമ്പിൽ ഇരിക്കുന്നവരായി മൂലേക്കന്മാർ. എന്നിട്ടാണ് സനദ് വാങ്ങി പുറത്തിറങ്ങിയത്. അപ്പൊ അവർക്ക് ഒരു ജോലി ചെയ്യാൻ മടുപ്പുണ്ടാവൂല. അവരെ പ്രവർത്തനം അങ്ങനെ ഉഷാറായിട്ട് പോകും, നല്ല ഉഷാറായിട്ട് പോകും. ഈ മറ്റേ സ്കൂളിലൊക്കെ കലോത്സവം വരുമ്പോ